കേരളത്തിൽ തുടർച്ചയായി സ്വർണ്ണവില ഉയരുന്നു. ഇന്ന് വില വീണ്ടും വർദ്ധിച്ചതോടെ ജൂൺ മാസത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. മാത്രമല്ല, പവൻ സ്വർണത്തിന് 73,000 കടന്നു എന്ന് പറയുന്നതും എടുത്തു പറയേണ്ടതാണ്. വെള്ളിയുടെ വിലയിലും ഇന്ന് വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഇനിയും വില കൂടാനുള്ള സാധ്യതയുണ്ട്. അമേരിക്ക സ്വീകരിക്കുന്ന വാണിജ്യ നയങ്ങളിലെ അസ്ഥിരത, രാജ്യാന്തര രാഷ്ട്രീയ പോരുകൾ, സാമ്പത്തിക രംഗത്ത് കേന്ദ്ര ബാങ്കുകളുടെ നയങ്ങൾ എന്നിവയെല്ലാം സ്വർണ്ണവിലയെ സ്വാധീനിക്കും. നാളെ RBI പലിശ നിരക്കിൽ മാറ്റം വരുത്തുമെന്നാണ് വിവരം. അതേസമയം അമേരിക്കയുടെ ഫെഡറൽ റിസർവ് ഈ മാസം പലിശ നിരക്ക് മാറ്റുന്ന കാര്യത്തിൽ ആലോചന നടത്തും. കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് 73,040 രൂപയായി. 320 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 9,230 അതേസമയം 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 35 രൂപ കൂടി 7,490 രൂപയിലെത്തി. വെള്ളിയുടെ വില ഗ്രാമിന് 3 രൂപ വർദ്ധിച്ച് 113 രൂപയായി. ഏറെ നാൾക്ക് ശേഷമാണ് വെള്ളിയുടെ വിലയിൽ ഇത്രയും വർധനവ് വരുന്നത്. കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ നിരക്ക് 71,360 രൂപയായിരുന്നു. 70,000 മുകളിൽ പവൻ വില സ്ഥിരപ്പെട്ടു എന്നതാണ് ജൂൺ മാസത്തിൽ എടുത്തു പറയേണ്ട മാറ്റം. ഇനി വൻതോതിലുള്ള തിരിച്ചുപോക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. അന്തർദേശീയ വിപണിയിൽ സ്വർണ്ണവില വൻതോതിൽ കൂടുകയാണ്. $3,375 പുതിയ നിരക്ക്. വ്യാപാരം പുരോഗമിക്കുന്നതിനാൽ ഇതിൽ മാറ്റം വന്നേക്കാം. ഡോളർ മൂല്യം ഇടിഞ്ഞു വരുന്നത് സ്വർണ്ണവില കൂടാൻ പ്രധാന കാരണമാണ്. 98 മുതൽ 99 എന്ന നിരക്കിലാണ് ഡോളർ സൂചിക. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുക കൂടി ചെയ്താൽ ഇനിയും ഡോളർ താഴേക്ക് പോകും. മറ്റ് കറൻസികൾ മൂല്യം ഉയരുന്നതിനാലാണ് സ്വർണത്തിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നതും വില കൂടുന്നതും. അതേസമയം ഡോളർ ഇടിയുന്നുണ്ടെങ്കിലും ഇന്ത്യൻ രൂപയ്ക്ക് കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്നില്ല. 86 എന്ന നിരക്കിലാണ് രൂപയുടെ വ്യാപാരം. ചില ഘട്ടങ്ങളിൽ അല്പം മെച്ചപ്പെട്ട് 85.90 എന്ന നിരക്കിലേക്ക് എത്തുന്നുണ്ട്. വ്യാപാരം തുടരുന്നതിനാൽ വിനിമയ നിരക്കിൽ ഇനി മാറ്റം പ്രതീക്ഷിക്കാം. ഇന്നൊരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് 80,000 രൂപയ്ക്കടുത്ത് ചെലവ് വരും. പഴയ സ്വർണം വിൽക്കുന്നവർക്ക് 71,000 രൂപ വരെ കിട്ടിയേക്കും. രൂപ മൂല്യം കുറയുന്ന അവസരത്തിൽ പ്രവാസികളുടെ പണം കൂടുതലായി രാജ്യത്തേക്ക് വരുമെന്നാണ് കരുതുന്നത്. രൂപ മൂല്യമിടിയുമ്പോൾ വിദേശ കറൻസികളുടെ മൂല്യം കൂടും. അതേസമയം റിസർവ് ബാങ്ക് നാളെ പലിശ നിരക്ക് കുറച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ സംഭവിച്ചാൽ ഭവന വാഹന വായ്പ എടുത്തവർക്ക് ആശ്വാസമാകും. Subscribe to One India and never miss an update.